പരസ്യങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന്റെ പരസ്യങ്ങൾ എന്തുകൊണ്ട് പ്രിന്റ് മാധ്യമത്തിൽ മാത്രം വരും? എന്തുകൊണ്ട് ഒരു ചാനലിൽ വരുന്നില്ല? ഓതന്റിസിറ്റി ഉള്ളതുകൊണ്ടല്ലേ. നമ്മൾ വെച്ചിട്ട് നമുക്ക് ഉറപ്പ് പറയാം, അർജുന്റെ വീട്ടിൽ പോലും പോയ കുഞ്ഞിനോട് ഇത് മത്സരമാണ്. എനിക്ക് ആളെക്കാൾ മുമ്പ് എൻ്റെ വരണം, അതിനേക്കാൾ വേറെ ലൈനിൽ ചെയ്യണം. നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാം, ചില ചാനലുകളെല്ലാം തികച്ചും നെഗറ്റീവിൽ മാത്രം. നമസ്കാരം, സ്മാർട്ട് ജൻ മീഡിയയിലേക്ക് സ്വാഗതം. നവയുഗ മാധ്യമങ്ങളും സമൂഹവും എന്നതിനെക്കുറിച്ച്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ ബൈജു മേനച്ചേരിയാണ്, പ്രസ് ക്ലബ് സെക്രട്ടറിയാണ്. ഈ ഒരു നവയുഗ മാധ്യമങ്ങൾ എത്രത്തോളം ഒരു പ്രസ് ക്ലബിന് തന്നെ ഇപ്പം നമുക്കറിയാം, പല പത്രങ്ങൾ, മാധ്യമങ്ങൾ വരുന്നതാണ് പ്രസ് ക്ലബിൽ. അപ്പോൾ ഈ നവയുഗ മാധ്യമങ്ങളെ അവരുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അതെയോ അവർ ഇപ്പോഴും പടിക്ക് പുറത്ത് തന്നെയാണോ? നിലവിൽ നവയുഗ മാധ്യമങ്ങളെ പ്രസ് ക്ലബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എണ്ണിയാൽ ഒതുങ്ങാത്ത എണ്ണം നവയുഗ മാധ്യമങ്ങൾ നിലവിലുണ്ട്. ഒരു ദിവസം 5ഉം 6ഉം നവയുഗ മാധ്യമങ്ങളുമായിട്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് വ്യാപകമായതോടെ ഒരു ഫോൺ ഉള്ളവൻ ഒരു ജേർണലിസ്റ്റാണ്. ഒരു മൊബൈൽ ഫോൺ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ഓരോ ദിവസവും 2ഉം 3ഉം പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പ്രസ് ക്ലബിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനൊരു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ അതിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു പ്രിന്റ് മീഡിയയുടെ ഒരു ആയിരിക്കുന്ന ഒരു മേഖലയാണ്. കാരണം നവയുഗ മാധ്യമങ്ങൾക്ക് ഇന്ന് ജനങ്ങൾ സങ്കല്പിക്കുന്ന പോലെ തന്നെ ഒരു വിശ്വാസ്യതയുടെ ഒരു ഘടകമുണ്ട്. എസ്പെഷ്യലി പത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു വാർത്ത കൊടുത്താൽ അതിനൊരു ഓതന്റിസിറ്റി ഉണ്ട്, അതിനൊരു പിതാവുണ്ട്. അതിന് നാളെ ഒരു കേസിന് പോകണമെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. ഇന്ന് നവയുഗ മാധ്യമങ്ങളിൽ വരുന്നൊരു വാർത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ അത് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ അത് തിരിഞ്ഞായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിൽ നവയുഗ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്ത് പുതിയതായിട്ടൊരു പ്രസ് ക്ലബ്ബ് വന്നിട്ടുണ്ട്. പക്ഷേ അവരും നിശ്ചലമായി. എനിക്കറിയാവുന്ന ഭാരവാഹികൾ ദേശീയ തലത്തിലാണ് പ്രസ് ക്ലബ്ബ് ഉണ്ടാക്കിയത്, പക്ഷെ അത് കൊണ്ടു നടക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഇതുമായിട്ട് വരുന്നവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വലിയൊരു ഘടകമാണ്. യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് നവയുഗങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ ഒരു മോറൽ സൈഡ് പോലും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഫോൺ ഉള്ളയാൾ ഒരു ജേർണലിസ്റ്റാണ്. ഇവർ എന്ത് എത്തിക്സിൻ്റെ പുറത്താണ് വാർത്തകൾ ചെയ്യുന്നത്? ഒരു പ്രസ് ക്ലബിൽ അംഗമായാൽ ആ പ്രസ് ക്ലബിൻ്റെ അതോറിറ്റിക്ക് നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരും. നമ്മൾ പ്രസ് ക്ലബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അതിനകത്ത് അക്രഡിറ്റഡ് ആയിട്ടുള്ളവരെ പോലെ ചെയ്യുന്ന ഒരു വാർത്തയ്ക്ക് പ്രസ് ക്ലബിനൊരു അതോറിറ്റി കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിനകത്തൊരു അതോറിറ്റി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എൻ്റെ അറിവനുസരിച്ച് പ്രസ് ക്ലബിൽ നിന്ന് പടിക്ക് പുറത്തല്ല, ഒരു അകലം പാലിച്ചു നിൽക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം മാനദണ്ഡിക്കേണ്ടതല്ലേ? മാനദണ്ഡങ്ങൾ ഞങ്ങളതിനെ വിശദമായിട്ട് പഠിച്ച ആളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്കമാലിയിൽ തന്നെ 20ലധികം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇന്ന് വരുന്നയാളല്ല നാളെ വരുന്നു. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ മനസ്സിലൊരു മാനദണ്ഡം വരുള്ളൂ. നിങ്ങൾക്ക് ഇത്ര റീച്ചിനകം ഉദാഹരണത്തിന് 10,000 ലൈക്ക് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കം. അപ്പോൾ നമുക്കൊരു ഓതന്റിസിറ്റിയായി 10,000-നും മുകളിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഉൾക്കൊള്ളാം. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ ഫോളോവേഴ്സിനെയും റീച്ചും വിലയ്ക്ക് വാങ്ങുന്നതായാലും പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, പ്രസ് ക്ലബിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് അതിന്റെ അതോറിറ്റിയോട് കൂടി വാർത്ത ചെയ്യുന്നയാളുടെ ആ വാർത്തയ്ക്ക് പ്രസ് ക്ലബിനൊരു ഉത്തരവാദിത്വം, അത് നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് പടിക്ക് പുറത്തല്ല ബാക്കി എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനൊരു എൻട്രിയും അതുപോലെ തന്നെ ഒരു ഒതന്റിക് ആയിട്ട് ഉള്ളൊരു കാര്യങ്ങളും വരേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പോൾ സർക്കാർ, ഞാൻ അറിഞ്ഞിടത്തോളം സർക്കാർ ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കാലം. ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ലോക്കൽ ചാനലുകൾ പോലും നിർത്തിപ്പോകുന്ന അവസ്ഥയാണ്. കാരണം 6 മാസത്തെ 1 വർഷത്തെയോ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യണം. വാർത്ത ചെയ്തതിൻ്റെ ലൈബ്രറി സ്റ്റോക്ക് ഷോട്ടായിട്ട് ഉണ്ടാകണം. അതിന് ഉത്തരവാദിത്വം ഉണ്ടാകണം.
പിന്നെ ഇതിൻ്റെ ലൈസൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. 1 വർഷം ഇത്ര തുക സർക്കാരിനടക്കാം. അപ്പോൾ അതായത് കുറേ പേര് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ സ്വാഗതം ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് ബജറ്റ് ഉള്ളവന് മാത്രമേ ഒരു മാധ്യമം തുടങ്ങാൻ പറ്റുള്ളൂ എന്ന്. അതപ്പോ കുറച്ച് പേരുടെ കൈകളിലേക്ക് മാത്രം പോവില്ലേ? അങ്ങനെ വരുമ്പോഴും അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? നമ്മൾ ചെയ്യുന്ന വാർത്തയ്ക്ക് നമുക്ക് ഗ്യാരണ്ടി. അപ്പൊ പണമുള്ളവന് മാത്രമേ വാർത്ത ചെയ്യാൻ പറ്റൂ എന്നൊരു കാര്യമാവില്ല. അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ അത് മാത്രം, ഇത് രണ്ടും സപ്പോർട്ടീവ് അല്ലേ. ഇപ്പോൾ ഒരു പ്രിന്റ് മീഡിയ ഇന്ന് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എത്ര കോടി രൂപ വേണം? ഇതൊരു ഫോൺ മാത്രം മതി. അവന് എഡിറ്റിംഗ് ഒരു സോഫ്റ്റ്വെയറും മാത്രം മതി. എനിക്ക് സ്വന്തമായി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ള ആളാണ്. ജസ്റ്റ് ഒരു ഫോണും ഒരു എഡിറ്റിംഗ് ആപ്പും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷെ അതിലും നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ചില മാധ്യമങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ഈ ഒഥന്റിക് ആയിട്ടുള്ള മാധ്യമങ്ങൾ, നമ്മുടെ അച്ചടി മാധ്യമങ്ങളായിക്കോട്ടെ, അപ്പോൾ ഇവർ കാണുന്നതിനേക്കാൾ റീച്ച് ഈ പറയുന്ന ഈ ഒരു ഫോണിലും ഉണ്ടായിരിക്കും. ആ ഒരു ഈഗോയും ഈ മേഖലയിലുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ പത്രസമ്മേളനം നടത്തി ഇന്ന് 12 മണിക്ക് പിരിഞ്ഞാൽ ആ വാർത്ത ഒരു പത്രത്തിന് പിറ്റേ ദിവസമേ ജനത്തെ അറിയിക്കാൻ പറ്റുള്ളൂ. ഇയാൾക്കത് ലൈവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ തമ്മിലൊരു ഈഗോയുണ്ട്. കാരണം ഞാൻ എഴുതുന്ന വാർത്ത ആദ്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. ആ ഒരു ഈഗോയ്ക്ക് അപ്പുറം ഇതിനകത്തുള്ള സൈഡ് എഫക്റ്റ് വേറെയുമുണ്ട്. ഇന്നത്തെ കാലഘട്ടം അതിവേഗത്തിൽ ഓടിയെത്താനുള്ള ശ്രമമാണല്ലോ എല്ലാവരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക്. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന വാർത്തകൾക്കൊന്നും ഒരു ക്രെഡിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഓതൻറ്റിസിറ്റിയും കൊടുക്കാൻ പറ്റില്ല. കാരണം നിമിഷ നേരം കൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതലെത്തും, അതിനനുസരിച്ചുള്ള റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടെ സുതാര്യമാക്കി, ഈ പറഞ്ഞ പോലെ മാനദണ്ഡങ്ങൾ കുറച്ചും കൂടെ സുതാര്യമാക്കി ഒഥന്റിക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീച്ച് കൂടുതൽ കിട്ടില്ലേ ഈ മാധ്യമങ്ങൾക്ക്? അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് പ്രസ് ക്ലബിനും കൂടെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആര് ഈ മേഖലയിൽ ജോലി എടുക്കണമെന്ന് പോലീസ് ഇപ്പോൾ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ആളുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്, നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഇത്ര നാളുകളായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള എന്തുകൊണ്ട് കൊടുത്തു? കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ലൈസൻസ് എടുക്കാനുള്ള തുക ഇല്ല എങ്കിൽ അതിനും കൂടെ ഉള്ളൊരു മാനദണ്ഡം. അല്ല, നിയമം പറയുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് ഈ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസ് ക്ലബ്ബ് എന്നുള്ളൊരു സംവിധാനം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും വാർത്തകൾ ശേഖരിക്കുന്ന ഒരു കൂട്ടം തന്നെയാണ്. ആ ഒരു കൂട്ടത്തിലൂടെ വാർത്തകൾ പോവുക എന്നാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് കാലം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ ഈ പണമുള്ളവന് മാത്രം എന്നുള്ള ഒരു കഴിവും സത്യസന്ധതയും ചെയ്യുന്ന തൊഴിലിനോട് കൂറും പുലർത്തുന്നവരെ തീർച്ചയായിട്ടും പ്രസ് ക്ലബ്ബിൽ അംഗത്വം കൊടുത്ത് എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്? ഇപ്പോൾ പ്രസ് ക്ലബ്ബ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഈ മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും, ഇങ്ങനെ വരുന്ന നവയുഗ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പ്രിന്റ് മാധ്യമത്തിന് അതിനൊരു പരിമിതിയുണ്ട്. ഇന്നത്തെ സംഭവം നാളെ അറിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും ആളുകൾ എന്താണ് യഥാർത്ഥ കാര്യം എന്ന് അറിയാനായിട്ട് പ്രിന്റ് മീഡിയയെ തന്നെ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. അതിന് ഓതന്റിസിറ്റി ഉണ്ട്, അതിനൊരു പിതാവുണ്ട്. അത് അടിച്ചു വരുന്നത് ഒരു പത്രത്തിന്റെ ലേബലിലാണ്. ദാറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് വൺ. അപ്പോൾ അതിനൊരു ഓതന്റിസിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പരസ്യങ്ങൾ എന്തുകൊണ്ട്, സർക്കാരിന്റെ പരസ്യങ്ങൾ എന്തുകൊണ്ട് പ്രിന്റ് മാധ്യമത്തിൽ മാത്രം വരും? എന്തുകൊണ്ട് ഒരു ചാനലിൽ വരുന്നില്ല? ഓതന്റിസിറ്റി ഉള്ളതുകൊണ്ടല്ലേ. ഇതിൽ കൂടുതൽ ഫാസ്റ്റായിട്ട് പോകും. പക്ഷെ ഒരു ദർഗാസിന്റെ പരസ്യം ഏതെങ്കിലും ഒരു പ്രിന്റ് മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ, അല്ല പ്രിന്റ് മീഡിയയിൽ മാത്രമേ വരുന്നുള്ളൂ, വിഷ്വൽ മീഡിയയിൽ വരുന്നില്ല, ഓൺലൈൻ മാധ്യമത്തിലും വരുന്നില്ല. ചിലപ്പോൾ റീച്ച് കൂടുതലുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഓതന്റിസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. പത്രത്തിൽ ഇത് അടിച്ചു വന്നാൽ അത് പിൻവലിക്കാൻ പറ്റില്ല. മാപ്പ് പറയാൻ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തു കൊടുക്കാം. ഇത് വിട്ടിട്ട് പിൻവലിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓതന്റിസിറ്റി തന്നെയാണ് ഏത് വാർത്തയുടെയും ഏത് മാധ്യമത്തിൻ്റെയും പ്രസക്തമായ ഘടകം. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ ഒരു നവയുഗ മാധ്യമങ്ങളുടെ കാര്യത്തിൽ? നവയുഗ മാധ്യമങ്ങൾ ആദ്യമേ തന്നെ ഇതിനൊരു സ്ക്രീനിങ് മസ്റ്റാണ്. സ്ക്രീനിങ് എന്തായാലും അതിനൊരു അതോറിറ്റി ഉണ്ടായേ പറ്റൂ. ഇത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള നിലയിൽ, മൊബൈൽ ഫോൺ ഉള്ളവനെല്ലാം ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലേക്ക് വരുന്നൊരു ഘട്ടമാണ്. ചില മേഖലകളിൽ ചെന്നാൽ നമുക്കറിയാം, ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ദുരന്തത്തിൽ മരിച്ചിട്ട് നമുക്ക് ഉറപ്പുറയാം. അർജുന്റെ വീട്ടിൽ പോലും പോയ കുഞ്ഞിനോട് അതൊരു വലിയ പ്രശ്നം. അപ്പൊ എന്ത് മാനസികാവസ്ഥയായിരിക്കും ആ കുഞ്ഞിനോട് ചോദിക്കും. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരലിയിച്ചൊരു
കാര്യമല്ലേ? അതൊക്കെ എങ്ങനെ, അത് മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ അവര് ചിലപ്പോൾ നിർബന്ധിക്കപ്പെടുന്നതാണ്. അല്ല, അതാണ് അതിനാണ് റെസ്ട്രിക്ഷൻ വേണം. റെസ്ട്രിക്ഷൻ വേണം. നമുക്ക് വാട്ട് ടു ഡു, അല്ലെങ്കിൽ നമുക്ക് ഏത് ലിമിറ്റ് വരെ പോകാം, പരിധി നിശ്ചയിക്കും. ഇത് മത്സരമാണ്. എനിക്ക് ആളെക്കാൾ മുമ്പ് എൻ്റെ വരണം, അതിനേക്കാൾ വേറെ ലൈനിൽ ചെയ്യണം. സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാം, ചില ചാനലുകളെല്ലാം തികച്ചും നെഗറ്റീവിൽ മാത്രം, നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകും. അത് ജനങ്ങളുടെ ഒരു, നമ്മളുടെ എല്ലാം മനുഷ്യന്റെ ഒരു വികാരമാണത്, നെഗറ്റീവിനെ ആദ്യം നോക്കുക. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരത്തെയും ജനങ്ങളുടെ ചിന്താഗതിയെയും എല്ലാം ഈ നെഗറ്റീവ് ന്യൂസുകൾ തീർച്ചയായും കണ്ടെത്തുന്നതിലും വായിക്കുന്നതിലും മാത്രമായി ആ ഒരു ക്രൈസ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. നല്ലൊരു തലക്കെട്ട് കൊടുക്കുന്ന വാർത്തയും അതേ തലക്കെട്ട് നെഗറ്റീവായിട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവാണ് ഏറ്റവും ആദ്യം പോകും. അപ്പൊ തമ്പനയിൽ നോക്കിയാണല്ലോ വാർത്ത വരുന്നത്. തമ്പനയില് എന്റെ കണ്ടന്റ് ഒരിക്കലും വാർത്തയിൽ ഉണ്ടാവണമെന്നില്ല. നമ്മളെ ഏതറ്റം വരെ അങ്ങ് അവസാനം വരെ കണ്ടാലും തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഉണ്ടാവില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യകതയില്ല. ഒരു അതോറിറ്റി ഉണ്ട്. സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു എന്റെ സമയം. അതിനൊരു എന്തായാലും വൈകാതെ തന്നെ അതിനൊരു കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഇതിൽ തന്നെ ഒരു സംവിധാനം വരും. അത് അനധിവിദൂരമല്ല. യെസ്, അപ്പൊ എന്തായാലും വരട്ടെ. കാരണം ജനങ്ങളിൽ ആണ് പറ്റിക്കപ്പെടുന്നത്. തീർച്ചയായും പറ്റിക്കപ്പെടൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാകും. അതിനു മുമ്പേ ഒരു റെഗുലേറ്ററി കമ്മീഷൻ വന്ന് ഈ ഒരു നവമാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് നല്ലതാണ്. ഈ റെഗുലേറ്ററി ഇത് വന്നാൽ നല്ലവരും നിലനിൽക്കും. അതെ, നമുക്ക് കതിരും പതിരും അല്ലെങ്കിൽ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നല്ലത് നിലനിൽക്കും. ഈ നല്ലത് എന്നും ജനങ്ങൾ ചൂസ് ചെയ്യും. യെസ്, അപ്പൊ എന്തായാലും അതിന് കഴിയട്ടെ. നെല്ലും പതിരും ചൂസ് ചെയ്യാനായിട്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള അതോറിറ്റീസ് വരുന്നത് കൊണ്ട് മികച്ച മാധ്യമങ്ങൾ മുന്നിലേക്ക് വരാനുള്ള ഒരു സംവിധാനവും ഉയരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ജൻ മീഡിയ ട്രഷർ ഹണ്ട് കോൺടെസ്റ്റിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാം. മീഡിയയുടെ വരിക്കാരാകുന്നവർക്കും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ട് അഭിപ്രായം കമന്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനാകുന്നത്. ഓരോ മാസവും പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453.